ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇതുവരെ സ്വീകരിച്ച അടിയന്തര നടപടികൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കോടതിയെ അറിയിക്കും. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഓഡിറ്റ് നടത്തണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ തവണ നിർദ്ദേശം നൽകിയിരുന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ സാഹചര്യത്തിലായിരുന്നു കോടതിയുടെ ഇടപെടൽ. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും. മിഥുൻ, ജനം ടി വി അടക്കം പുറത്തു കൊണ്ടുവന്ന ഒരു വിഷയമാണ് ഇത്. കാരണം ദേവസ്വം ബോർഡിൽ ഓഡിറ്റിംഗ് ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദേവസ്വം ബോർഡ് പലതരത്തിലുള്ള ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രമല്ല, കേരളത്തിലെ മൊത്തം ദേവസ്വം ബോർഡുകളിൽ പല തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടും സുതാര്യമായിട്ടുള്ള ഒരു സംവിധാനം, ഇതൊന്നും പരിശോധിക്കാനുള്ള, ഈ സാമ്പത്തിക ഇടപാടുകളൊന്നും പരിശോധിക്കാനുള്ള ഒരു സംവിധാനം നിലവിലില്ല എന്നുള്ളതാണ്. ആ വിഷയത്തിലാണ് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. ഹൈക്കോടതി എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ നോക്കിക്കാണുക? വളരെ ഗുരുതര സ്വഭാവം ഉള്ളതാണ്. ഇനി ഓഡിറ്റിംഗ് നടത്തിയേ മതിയാവൂ എന്ന ശക്തമായൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ? മാത്രമല്ല, ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു, അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ ഈ സ്വർണ്ണക്കൊള്ളയിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ട സമയത്ത് തന്നെ അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു ആവശ്യം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ്. അതായത് കേന്ദ്രം തന്നെ ഈ ദേവസ്വം ബോർഡുകളുടെ, കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനത്തിൽ ഒരു കൃത്യമായിട്ടുള്ള പരിശോധന, സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന നടത്തണം എന്നൊരാവശ്യവും രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചിട്ടുണ്ട്. CAG വരണം എന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹൈക്കോടതി പരിഗണിക്കുമോ മിഥുൻ? അനിൽ, ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിനു ശേഷം നമ്മൾ കണ്ടത്, കേരളം കണ്ടത്, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ള വെളിച്ചത്താവുകയാണ് ഉണ്ടായിരുന്നത്. അതിൽ വിറ്റു ദേവസ്വം എന്നടക്കമുള്ള നമ്മുടെ പരമ്പരകളിലൂടെ നിരവധി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പച്ചയായിട്ടുള്ള കവർച്ചയും കൊള്ളയും തന്നെയാണ് നമ്മൾ എല്ലാം അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. ഇത് വലിയൊരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഹൈന്ദവ സമാജത്തെ സംബന്ധിച്ചിടത്തോളം. ക്ഷേത്രങ്ങളിൽ നമ്മൾ ഭഗവാന് വേണ്ടി അർപ്പിക്കുന്ന പണവും സ്വത്തുക്കളുമെല്ലാം എങ്ങോട്ടാണ് പോകുന്നതെന്നും ആരാണ് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതെന്നും ആരാണ് ഇതിനെല്ലാം വേണ്ടി വഴിയൊരുക്കുന്നത് എന്നും ജനങ്ങൾക്ക് വ്യക്തമായതാണ്. പിന്നീട് വലിയ രീതിയിലുള്ള ഒരു സാമൂഹ്യ പ്രക്ഷോഭമായി അത് മാറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് സംബന്ധിച്ച് 2024 നിലയ്ക്കലിലെ പെട്രോൾ പമ്പിലെ പണം ഏതാണ്ട് 40 ലക്ഷത്തോളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള 40 ലക്ഷത്തിൻ്റെ ഒരു ക്രമക്കേട് 2024 നിലയ്ക്കലിലെ പെട്രോൾ പമ്പിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ ദേവസ്വം ബോർഡിലെ സമഗ്രമായിട്ടുള്ള എല്ലാ വിഷയത്തിലും എല്ലാ ഘടകങ്ങളിലും ഒരു ഓഡിറ്റിംഗ് വേണമെന്നുള്ള കാര്യം ഹൈക്കോടതി നിർദ്ദേശം വെച്ചത്. കാരണം അത് അവിടുത്തെ പ്രസാദവും അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുകളിൽ മാത്രമല്ല ഓഡിറ്റിംഗ് വേണ്ടത്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും, എല്ലാ സ്ഥാപനങ്ങളിലും, അതായത് ഇത്തരത്തിലുള്ള പെട്രോൾ പമ്പ് അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സമഗ്രമായിട്ടുള്ള ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്നുള്ള കാര്യം, അതും അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ ആ നിർദ്ദേശത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് കോടതി ആരായുന്നത്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഈ ദേവസ്വം വകുപ്പ് ദേവസ്വം ബെഞ്ച്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ വയ്ക്കും എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ചിൻ്റെ മുമ്പിലുള്ളത്. അത് സംബന്ധിച്ചിട്ടുള്ള നടപടികളിലേക്ക്, ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മറ്റു നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലടക്കം വിവിധ പരിശോധനകൾ അക്കൗണ്ട്സ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗങ്ങൾ നടത്തിയിരുന്നു. പലപ്പോഴും ശബരിമല മുന്നൊരുക്കങ്ങളെ ബാധിക്കുന്ന തരത്തിലടക്കം വലിയ രീതിയിലുള്ള
ധൃതിപ്പെട്ടുള്ള നീക്കങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതെല്ലാം എത്രത്തോളം പ്രാവർത്തികമായിരുന്നു, എത്രത്തോളം ലക്ഷ്യം കണ്ടു എന്നുള്ളതടക്കം ഇന്ന് സമർപ്പിക്കാൻ പോകുന്ന ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കോടതി അക്കാര്യത്തിൽ വിലയിരുത്തും എന്നുള്ളതാണ്. നമുക്കറിയാം ഹൈക്കോടതി ഈ കാര്യത്തിൽ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എത്രത്തോളം കാര്യക്ഷമതയോടെ അല്ലെങ്കിൽ എത്രത്തോളം സൂക്ഷ്മതയോടെയാണ് നോക്കിക്കാണുന്നത് എന്നറിയാം. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സമയങ്ങളിലെല്ലാം തന്നെ ഹൈക്കോടതി നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിലും അത് വിടാതെ പിന്തുടരുക തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ നിർദ്ദേശം എത്രത്തോളം പാലിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള വിവിധ ആവശ്യങ്ങൾ ഹൈക്കോടതിക്ക് മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഈ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ, EDയുടെ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങളിൽ കോടതിയുടെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങൾ ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളടക്കം ഹൈക്കോടതിയിൽ പരിഗണനയിലുണ്ട്. ഏതായാലും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ മറ്റു നടപടിയിലേക്ക് കോടതി നീങ്ങിക്കൂടാ എന്നുള്ളതും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വിശദമായിട്ടുള്ള ഒരു ഇടപെടൽ വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ്. അനിൽ നമ്പ്യാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇതുവരെ സ്വീകരിച്ച അടിയന്തര നടപടികൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കോടതിയെ അറിയിക്കും. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഓഡിറ്റ് നടത്തണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ തവണ നിർദ്ദേശം നൽകിയിരുന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു കോടതിയുടെ ഇടപെടൽ. ജനം TV-യും ഈ വിഷയത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളിൽ ആ പകൽ കൊള്ള പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ ജനം TV-യുടെ ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇനി കോടതി കൂടി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.